ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. ഓരോ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. ചിലപ്പോൾ അവരെ നിങ്ങൾ സഞ്ചാര സുവിശേഷകൻ എന്നായിരിക്കാം വിളിക്കുന്നത്. നിങ്ങൾ എന്നാ വെള്ളം പിടിച്ചു, കുഴപ്പമൊന്നുമില്ല. എവിടെ സ്ഥിരമായിട്ട് നിൽക്കാത്തവൻ എന്നൊരു പരാതി ഒരു പക്ഷേ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും. അതിങ്ങനെ മൂക്കേറില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നൊരു പക്ഷേ നിങ്ങൾ പറയുന്നുണ്ടാകാം. ചിലർ പറഞ്ഞ അങ്ങനെയല്ല, ഒരു കെട്ടുറപ്പുള്ള പ്രസ്ഥാനത്തിൽ നിൽക്കാതെ സ്വതന്ത്രനായിട്ട് നടക്കുന്നവൻ, ആരെയും അംഗീകരിക്കാത്തവൻ, ആരെയും കീഴ്പ്പെടാത്തവൻ എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നതല്ലേ. സ്തോത്രം. ഹലോ, എഴുന്നേറ്റോ? രാവിലെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റെന്ന എൻ്റെ ചിന്ത. നല്ല മഴയാണ്. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയം തന്നെ അല്പം നല്ല ക്ലൈമറ്റ് ഉണ്ടെങ്കിലും പലയിടത്തും മഴയാണെന്ന് ഞാൻ വിചാരിക്കുക. ദൈവത്തിന് സ്തോത്രം. കൂടപ്പറപ്പേ, രാവിലെ ഈ സന്ദേശം കേൾക്കണേ. അപ്പം വിവിധ രീതിയിൽ ആളുകൾ അതിനെ വിവിധ തരത്തിലാണ് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നത്, ഇല്ലേ? നിങ്ങളാണെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഒരു സ്വതന്ത്രനം വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അപകടം വരാൻ പോവാം. സ്തോത്രം. കാരണം എന്താണെന്നറിയോ? ഞാനിത് പ്രസംഗിക്കുന്നത് തിരുവെഴുത്തിൽ നിന്ന്, അതുകൊണ്ടാണ്, വേറൊന്നും വിചാരിക്കരുത്. സ്തോത്രം. തിരുവെഴുത്ത് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 8-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാൾ, പട്ടണം തോറും സഞ്ചരിക്കുന്ന ആ മനുഷ്യൻ, ഇനി സുവിശേഷീകരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ദുരാത്മാവ് ബാധിച്ചവനെയും വ്യാധി പിടിച്ചവനെയും ഒക്കെ സൗഖ്യമാക്കുന്ന ആ മനുഷ്യൻ. സ്തോത്രം. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം പ്രിയരെ. ഇതിനൊക്കെ ഒരുപാട് ചിലവുണ്ട്. ചിലവില്ലാതൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യുന്നതിന് ഭയങ്കര ചിലവുകളുണ്ട്. യാത്ര കാര്യങ്ങൾ, ഭക്ഷണ കാര്യങ്ങൾ, ഇതൊക്കെ അവർ അന്നത്തെ കാലത്ത് അഭിമുഖീകരിച്ച് വരാം. അതിന് ദൈവം ചില ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, അല്ലേ? അവരുടെ പേരും ആ 3 വാക്യത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പിൻപിൽ ഒരുപാട് പേര് പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ പിൻപിൽ അല്പമെങ്കിലും കൈത്താങ്ങൽ കൊടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണ്. ദൈവത്തിന് സ്തോത്രം, അല്ലേ? നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കാനല്ല. നിങ്ങൾക്കൊരു 1000 രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ, അത്രയും കൊടുത്താൽ മതി. അവർക്ക് ഒരു നേരത്തെ അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള പൈസ ആയെങ്കിൽ അത് മതിയെന്നേ. അല്ലാതെ അവർ ബിൽഡിങ് കെട്ടാനോ തോട്ടം വാങ്ങാനോ വലിയ വണ്ടി മേടിക്കാനോ ഇതിനൊന്നും അല്ലല്ലോ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നുമില്ല. ഒരു സുവിശേഷീകരണത്തിന് ആരെങ്കിലും പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അവരെ പിൻപിൽ നിന്ന് ഞാനും നിങ്ങളും ഒരു പെട്രോളെങ്കിലും മേടിച്ചു കൊടുക്കാൻ, 2 ലിറ്റർ പെട്രോളെ എങ്കിലും മേടിച്ചു കൊടുക്കാൻ ഞാനും നിങ്ങളും ഒരു പ്രയത്നം നടത്തുന്നുണ്ടെങ്കിൽ അത് ദൈവനാമ മഹത്വം. സ്തോത്രം. ഇവിടെ
ദേ കർത്താവ് ഇത് ചെയ്യുന്ന സമയത്ത് കർത്താവ് ചെയ്യുന്നത് ഓരോ ഗ്രാമം തോറും പട്ടണം തോറും സഞ്ചരിക്കുക. സ്തോത്രം. അത് സുവിശേഷം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ആ, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. സ്തോത്രം. ദൈവരാജ്യത്തെ പ്രസംഗം മുഴുവനും ദൈവരാജ്യത്തെക്കുറിച്ച്, അല്ലാണ്ട് ഞങ്ങളിവിടെ ഒരു പുതിയ പ്രവർത്തനം തുടങ്ങാൻ പോകാമെന്നല്ല. ശ്രദ്ധിച്ച് കേൾക്കണേ കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെയും നിങ്ങളുടെയും ചിന്താഗതി വചനവിരുദ്ധമാണോ എന്ന് പരിശോധിക്കേണ്ട അന്ത്യകാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുകയാണ്. അപ്പോൾ ദൈവം അത് മനസ്സിലാക്കിയിട്ട്, കർത്താവ് അത് മനസ്സിലാക്കിയിട്ട് കർത്താവോട് പറയുക, ദേ ഞാൻ എൻ്റെ മാതൃക ഒന്ന് പിന്തുടരാവോ? സ്തോത്രം. അവൻ നമുക്ക് നല്ലൊരു മാതൃക വച്ചേച്ചു പോയി എന്ന് ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുക. സ്തോത്രം. ദൈവരാജ്യം പ്രസംഗിച്ചു, സുവിശേഷീകരിച്ചും കൊണ്ട്, അങ്ങനെ എഴുതിയേക്കും. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 3 വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. പിന്നെ ഇത് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കും വണ്ടി ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ റോട്ടിൽ നോക്കി വണ്ടി ഓടിക്കണേ കേട്ടോ. ഇതേ കേട്ടെ. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷീകരിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ പന്തിരുവരും എന്ന് പറഞ്ഞാൽ 12 പേർ ശിഷ്യന്മാരും. അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും, കണ്ടോ, സഹോദരിമാരുണ്ട്. 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയുണ്ട്. ഹെരോദാവിൻ്റെ ഭാര്യ, കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയുണ്ട്. ശൂശന്നയുണ്ട്. അവര് തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. കണ്ടോ. അപ്പോൾ ഒരുപാട് പേര് ഈ പ്രവർത്തനത്തിൻ്റെ പുറകിൽ സഹായിക്കാനുമുണ്ട്. ഈ സുവിശേഷ പ്രവർത്തനം തകൃതിയായിട്ട് നടക്കുന്നുമുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ സുവിശേഷ പ്രവർത്തനം, സുവിശേഷീകരിക്കുന്ന പരിപാടി ഇന്ന് ആളുകൾ കുറച്ചിട്ട് അവർ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് പോയി. അതുകൊണ്ട് പലയിടത്തും പില്ലർ അങ്ങനെ നിൽക്കുകയാണ്, ഭിത്തി കെട്ടി നിൽക്കുകയാണ്. കാരണം വകമാറ്റി ചെലവഴിച്ചതാണോ എന്ന് ഞാൻ പറയത്തില്ല. അത് അവരും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയുണ്ട്. സ്തോത്രം. എൻ്റെ പ്രിയരെ, ഒരു കാലത്ത് ഭയങ്കര ദർശനം വെളിപ്പാടാന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടവരൊക്കെ പാതി വഴി കൊണ്ട് പരിപാടി നിർത്തി, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച്, അവർക്ക് അന്ന് ടീമുണ്ടായിരുന്നു, അന്ന് ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു, അന്ന് ഭയങ്കര സെറ്റപ്പായിരുന്നു. ഇപ്പം എന്നാ ഉള്ള ഒന്നുമില്ല, എല്ലാം വട്ടപൂജ്യം. അവരുടെ പിള്ളേരൊക്കെ പഠിപ്പിച്ച് അവർ നല്ല വിദേശ രാജ്യങ്ങളൊക്കെ അയച്ച് അവരെല്ലാം സേഫ് സോണിലായി എന്ന് കണ്ടപ്പം പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ പോയ കുറേ ആൾക്ക് ഞാൻ ആരെയും കുറ്റമല്ലെന്നേ, ഇതൊന്നും കുറ്റമല്ല. ഇപ്പം വണ്ടി റോഡിൽ ഞാൻ നടന്നു പോകുന്ന സമയത്ത് ഒരു വണ്ടി മറിഞ്ഞ് കിടക്കുന്നു. നമ്മൾ ഉടനെ നമ്മുടെ സുഹൃത്തുക്കൾ പോയി, ഇവിടെ ഒരു വണ്ടി മറിഞ്ഞ് കിടപ്പുണ്ടോ എന്ന് പറയുന്നത് കുറ്റമാണോ? കണ്ട കാര്യം പറയുന്നതല്ലേ, അത് കുറ്റമല്ല. സ്തോത്രം. പിന്നെ അവരുടെയും കുറ്റമല്ല, ആവശ്യമില്ലാത്ത പണി എടുക്കാൻ പോയതാ. എന്തായാലും ഞാൻ പറഞ്ഞു വരട്ടെ പ്രിയരെ, ഈ സുവിശേഷ ഘോഷണത്തിന് ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും സഞ്ചരിക്കുന്ന സുവിശേഷം അറിയിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് ആളുകളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു പ്രവർത്തനത്തിന് പിൻപിൽ ചില ആളുകൾ പുറകെ ഇതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവരവരുടെ വസ്തുവക കൊണ്ട് അതും ഒരു ശുശ്രൂഷയായിട്ട് അവരുടെ കൂടെ കൂടിയേക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തിനാ രാവിലെ സമയത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയെങ്കിലും സുവിശേഷീകരണത്തിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധ വച്ചില്ലെങ്കിൽ, അതിന് സഭാ ഹോളെല്ലാം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. സഭാ ഹോളൊക്കെ വേണം, അതിനാവശ്യമാണ്, ഫണ്ട് ആവശ്യമാണ്. അതെല്ലാം ഞാനതൊന്നും തെറ്റെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അതേ പിടിച്ച് എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നേക്കല്ലേ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോഴെത്തി നിൽക്കുന്ന ഈ കാലഘട്ടം ഏതാണെന്ന് നിങ്ങൾ അറിയണം. ഏത് സമയത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ? ലോകത്തിലെ വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പലയിടങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ കാലങ്ങളെ അറിയുന്നുണ്ടോ?
സ്തോത്രം. അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അല്ലെന്നേ. നിങ്ങളിങ്ങനെ കൊതിന്നുണയും പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. സ്തോത്രം. എത്രയും പെട്ടെന്ന് സുവിശേഷ ഘോഷണത്തിനായിട്ട് ഒരു മുന്നേറ്റം നിങ്ങൾ നടത്തും. ഓരോ ടീമുകാർ നടത്തുന്നുണ്ട് പലയിടങ്ങളിലേക്ക്. ഞാനിപ്പോൾ അടുത്ത ജൂലൈ മാസം 14-ാം തീയതി മുതൽ ആന്ധ്രാപ്രദേശിലാണ്. സ്തോത്രം. ഒരുപാട് പേര്, ഒരുപാട് ടീം പ്രവർത്തകർ അവരോടുക. സ്തോത്രം. അവരുടെയൊക്കെ പിൻപിൽ നിന്ന് അവരെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചെങ്കിലും ബാക്കിൽ നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ? സ്തോത്രം. അവരെയൊക്കെ ഒന്ന്, കാരണം സുവിശേഷം അവർ ഗ്രാമങ്ങളിൽ എത്തിക്കുകയാണ്, പട്ടണങ്ങളിൽ എത്തിക്കുക. അവരെ പുസ്തകത്തിൻ്റെ കൂടെ അവർ യാത്ര ചെയ്യുക, ഈ പുസ്തകത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുക അവർ. സ്തോത്രം. അവർക്കൊക്കെ നിങ്ങൾ ചിന്തിക്കും അവർക്കൊക്കെ സഭയല്ല, അവരെല്ലാം സഭയുള്ളവരാണ്. എല്ലാവർക്കും സഭയുണ്ട്, പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് വേറെ കിടക്കുക. അതെല്ലാം ഇട്ടിട്ട് അവരതൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് പട്ടണം തോറും സഞ്ചരിക്കുക. സ്തോത്രം. എന്തിനു വേണ്ടിയാ? സുവിശേഷം അറിയിക്കാൻ, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക മാത്രമല്ല, അങ്ങനെ പോകുന്നവർക്കൊക്കെ രോഗികൾ സൗഖ്യമാകും, ഭൂതം ബാധിച്ചവരൊക്കെ വിടുതൽ പ്രാപിക്കും. നിങ്ങളൊന്ന് ഇറങ്ങി നോക്കിയേ. നിങ്ങൾ പറയാമായിരിക്കും, ഇപ്പം എനിക്ക് അക്കരവയൊന്നുമില്ല ഭാഷ, എനിക്ക് അയ്യോ ഇറങ്ങാനേ എവിടെ നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു പിശാച് ഇളകിയാൽ നിങ്ങൾ കൈവെക്കുന്നതിന് മുമ്പേ അത് നിങ്ങളെ കാണുമ്പോഴേ ഓടും. ഒരുപാട് അനുഭവം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടേ ഇനിയെങ്കിലും നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് പോകണം, സുവിശേഷീകരിക്കണം. പുറകെ ഇത് കേട്ടോണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ആ ചെറുപ്പക്കാരൻ ആ ഉപദേശി പോകുന്നുണ്ടെങ്കിൽ ആ ഉപദേശിക്ക് ഒരു 100 രൂപയെങ്കിലും ആ ഗൂഗിൾ പേ എടുത്ത് അയച്ചു കൊടുക്കുക. ആരെങ്കിലും ആയിക്കോട്ടെ, അവർ സുവിശേഷീകരണത്തിന് പോവാണല്ലോ. സ്തോത്രം. അയച്ചു കൊടുത്തു. ആ വ്യക്തികൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കൊക്കെ അയച്ചു കൊടുക്കുക. സ്തോത്രം. 1 കിലോ മീനിന്റെ കാശില്ലല്ലോ, 1 കിലോ മീനിന്റെ കാശുണ്ടോ? ഇല്ല. ഇവിടെ ഈ സ്ത്രീകൾ തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട് കണ്ടോ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വലുതായിട്ടൊന്നും വാരി വലിച്ചു കൊടുത്തില്ലെങ്കിലും അവർക്ക് ആ പെട്രോൾ അടിക്കാനുള്ള പൈസയെങ്കിലും ഒന്ന് കൊടുത്തു വിട്ടാ ആ പേരും പറഞ്ഞുകൊണ്ടെങ്കിലും സ്വർഗത്തിൽ കയറി പറ്റാം. സ്തോത്രം. അല്ലേ? നിങ്ങൾ ചെയ്യുന്നവരാ, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടീം പ്രവർത്തകരെ സഹായിക്കുന്നവരുണ്ട്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നാണ് കൊടുത്തത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നായിരിക്കും. അവസാനം 3-ാം വാക്യം തീരുന്നത് ശുശ്രൂഷ ചെയ്തു പോകുന്ന, അവർക്ക് ശുശ്രൂഷ ചെയ്തു പോരുക. ഇതിന് പറയുന്ന പേരാ അവർക്ക് ശുശ്രൂഷ ചെയ്യുക. കേട്ടോ, നിങ്ങൾ 50 രൂപ അയച്ചു കൊടുക്കുമ്പം നിങ്ങൾ അവർക്ക് ശുശ്രൂഷ ചെയ്യുകയാണ്. അവർ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുക. ഇതിങ്ങനെ കണക്ടിവിറ്റി ആയിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ, ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്തോത്രം, നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും പ്രിയരെ. സ്തോത്രം. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ഒരു ദിവസമുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പം ഏതെങ്കിലും ഒരു ഉപദേശിയെ നിങ്ങൾക്കറിയാമെങ്കിൽ, അങ്ങനെ സുവിശേഷം അറിയിക്കുന്ന സഞ്ചാര ഉപദേശി എന്നൊക്കെ വിളിച്ച് നിങ്ങളങ്ങനെ കളിയാക്കാതെ അങ്ങനെ സുവിശേഷം അറിയിക്കുന്നത്, വെറുതെ ഒരു പഞ്ചായത്ത് കുത്തിയിരിക്കുന്ന ആളല്ല, സുവിശേഷം പട്ടണം തോറും ഗ്രാമം തോറും അറിയിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടെത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടി ഇരിക്കേണ്ടതിന് വേണ്ടിയും അവരിൽ കൂടെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യേണ്ടതിന് വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പിന്നിൽ നിന്ന് അവൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് വളരെ വേഗത്തിൽ തങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ അവരെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ട്. അവർ ഈ പുസ്തകം വിട്ടൊരു പരിപാടിക്കും പോയി തരാം. കേട്ടോ, ഒരു പരിപാടി അവർക്ക് കസേര വേണ്ട, അവർക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട, അവർക്ക് ഈ വക സാധനങ്ങളൊന്നും അവരതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സ്തോത്രം. ഇല്ലേ? എല്ലാ സംഘടനയിലും സഭകളിലും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഒരു 10-15 പേരൊക്കെ കാണുള്ളൂ. ബാക്കി ആർക്കും ഇതൊന്നും താല്പര്യമില്ലാത്തവരാ. സ്തോത്രം. ഒരു 15-25 30 പേരെ കാണുമായിരിക്കും. സ്ഥാനത്തിന് മാറ്റത്തിന് വേണ്ടി മാത്രം കസേര കെട്ടിപ്പിടിച്ചിരിക്കുന്നവരെ. ബാക്കി നമ്മൾ ചിന്തിക്കരുത് എല്ലാവരും അങ്ങനെയാണ്. എല്ലാം അങ്ങനെയല്ല. ഒരു 10-30 പേരെ കാണുള്ളൂ. അങ്ങനെ ബാക്കി 90% ആൾക്കാരും ഇതൊന്നും അവർക്ക് അതൊന്നും ബോധറില്ല ആ കാര്യത്തിലൊന്നും. അവർക്ക് അത് നേരെയില്ല. സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ നമുക്ക് വിലയിരുത്തണ്ട. നമുക്ക്
സുവിശേഷീകരണത്തിന് വേണ്ടി ഓടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാവിലെ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണേ. സ്തോത്രം. കർത്താവേ, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഉപദേശിയായിക്കോട്ടെ, അദ്ദേഹത്തിന് നല്ല ഡ്രസ്സും കാര്യങ്ങളൊന്നും കാണിയായിരിക്കും, നല്ല ചെരുപ്പുണ്ടായിരിക്കാം, പക്ഷേ അദ്ദേഹം ഫീൽഡിലുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് പ്രസംഗത്തിൽ അവരങ്ങനെയുള്ള ദൈവദാസന്മാരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ടീം എനിക്ക് ഞാനവരെ ദൂരെ നിന്ന് കണ്ടപ്പം പരിചയം തോന്നിയില്ല, എങ്കിലും ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി സുവിശേഷം പരിപാടിയാണ്. ഞാനും എൻ്റെ കൂടെയുള്ള സഹോദരനോട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ ഇറങ്ങി വണ്ടി കുറച്ച് മാറ്റിയിട്ടിട്ട് അവരോടൊപ്പം വന്ന് ഒരു 10 മിനിറ്റ് അവരോടൊപ്പം സമയം ചെലവഴിച്ചു. അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് അവർ പ്രസംഗം കഴിയുന്നോടെ വരെ ഞങ്ങൾ അവരോട് കൂടെ നിന്നിട്ട് എൻ്റെ കയ്യിലന്ന് കാശില്ലായിരുന്നു. അപ്പം എൻ്റെ കൂടെയുള്ളവൻ്റെ കൈ കാശുണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞു, ഫാസ്റ്റ് ഇവരെവിടെ ഉള്ള? ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന ശുശ്രൂഷ, അതിനകത്ത് ഒരാളെ എനിക്കറിയാം. അപ്പോൾ എനിക്കറിയാവുന്ന ശുശ്രൂഷന്മാരെ നമുക്ക് അവർക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് നമ്മളുള്ള പൈസ കൊടുത്തിട്ട് പോകാൻ. എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ ഉടനെ അവൻ എൻ്റെ കയ്യിൽ പൈസ തന്നു. ഞാൻ അതെടുത്ത് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഉച്ചയ്ക്ക് നല്ലൊരു ഹോട്ടലിലേക്ക് ഒരു ഭക്ഷണം കഴിക്കണം, വയറ് നിറച്ച് കഴിക്കണം. അദ്ദേഹം എന്നോട് പറഞ്ഞേക്കണം, നിങ്ങൾക്ക് ആ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ പറഞ്ഞേക്കണം, എൻ്റെ പാസേ രാവിലെ തൊട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുക, ഇപ്പോൾ സമയം 2:30 ഭക്ഷണം കഴിക്കണമെന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള പൈസ കഴിക്കില്ലായിരുന്നു. ദൈവത്തിൻ്റെ ഓരോ പരിപാടി നോക്കിയേ എന്നൊക്കെ അദ്ദേഹം നമ്മോട് പറയുക. നമ്മളെ കൂടുതൽ അവിടെ നേരെ നിന്നില്ല, കാരണം ദീർഘദൂരം ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് പോരുകയും ചെയ്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ആപ്ലിക്കബിളായ കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ കാണുന്നിടത്ത് അങ്ങനെ ദൈവദാസന്മാരൊക്കെ ചെയ്യുന്നവർ കാണുമ്പം അവർക്ക് വേണ്ടി ഒരു 2 ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ ഒക്കെ ഒരുപാട് പേര് മേടിച്ച് കൊടുത്തിട്ട് എനിക്ക് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പോയി ചെയ്തു പാസ്റ്റേ എന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യണം. നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ? സ്തോത്രം. കണ്ണുകളെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവരുടെ പുത്രനിഷിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്ത് ഈ പ്രഭാതത്തിൽ കർത്താവെ, പ്രവർത്തനവുമായി യാത്ര ചെയ്യുന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത കർത്താവെ, ഈ അനുഗ്രഹീതരായ ശുശ്രൂഷകർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ പിൻപിൽ നിന്ന് സഹായിക്കാൻ മനസ്സുള്ള, ഇപ്പോൾ തീരുമാനമെടുത്ത ഈ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവർ കൊടുക്കുന്നത് 100 രൂപയാണെങ്കിലും അതിന് ലക്ഷങ്ങളുടെ വിലയുണ്ട് കർത്താവെ. ആമേൻ. സമയാസമയങ്ങളിൽ അവിടുത്തെ ശുശ്രൂഷകന്മാരെ സഹായിപ്പാൻ അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കണമെന്ന് ഞാൻ ഹൃദയം തുറന്ന് ഈ പ്രാർത്ഥിക്കുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും ഓർത്ത് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ദൈവം കൃപ ചെയ്യണം, ബലപ്പെടുത്തണമേ കർത്താവേ. ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, മറക്കരുത്, ദൈവം നമ്മളെ ഒരു വലിയ ദൗത്യം, ഒരു വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആരെയും സഞ്ചാര സ്വദേശിയ ആർക്കും കീഴ്പ്പെടാത്തവനാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരെയും ഇനി കളിയാക്കാനൊന്നും പോകണ്ട. കാരണം എന്താണെന്നറിയോ, അവർ ഈ പുസ്തകത്തിനകത്തൂടെ യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ പുസ്തകത്തിനകത്താണോ, നമ്മളിപ്പോൾ ചെയ്യുന്നത് പുസ്തകത്തിനകത്തുള്ളതാണോ, നമ്മളുടെ ഏത് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, അത് പുസ്തകത്തിലുണ്ടോ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. നമ്മൾ വിചിന്തനം ചെയ്യുന്ന സമയം അതിക്രമിച്ചിരിക്കുക കേട്ടോ. അതുകൊണ്ട് കർത്താവിനോട് ശക്തമായിട്ട് ഓടാം, പുറകെ നിന്ന് സപ്പോർട്ട് ചെയ്യാം, പുറകെ നിന്നവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാം, പുറകെ നിന്നവർക്ക് പ്രാർത്ഥന സഹായിയാകാം കേട്ടോ. ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. വീണ്ടും പ്രാർത്ഥന തുടരാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.